ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് ജെമിനൈ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ് സൈൻ, നക്ഷത്രം സൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മാർച്ച് മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മാർച്ച് മന്ത്ലി മെസ്സേജസ് വരണേന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗിൽ കാണാം. അപ്പോൾ ജെമിനായി, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? മാർച്ച് മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ 10 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താണ്ടായേ? പാസ്റ്റിൽ കിങ് ഓഫ് കപ്സ് ആണ്. കറണ്ട് എനർജി നിങ്ങളുടെ ഹെർമിറ്റ് എനർജി. ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിരിക്കണേ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. എന്താണ് നിങ്ങളുടെ ചാലഞ്ച് സ്ട്രെങ്ത് എനർജിയാണ്. നിങ്ങളുടെ അഡ്വൈസ് എന്താണ്? അഡ്വൈസ് നിങ്ങളുടെ 7 ഓഫ് പെൻറ്റിക്കിൾസ്. സർപ്രൈസ് ഫാക്ടറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? സർപ്രൈസ് ഫാക്ടർ നിങ്ങളുടെ 7 ഓഫ് പെൻറ്റിക്കിൾസ്. എന്താണ് നിങ്ങളുടെ ഔട്ട്കം നമ്മൾക്ക് ഈ കാർഡ് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ ജെമിനായി, 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കണേ. 10 ഓഫ് പെൻറ്റിക്കിൾസ് ആക്ച്വലി അബണ്ടൻസിൻ്റെ കാർഡാണ്. കുറേ പൈസ വരണ എനർജി, ഫാമിലി സ്റ്റെബിലിറ്റി, അതൊക്കെയാണ് 10 ഓഫ് പെൻറ്റിക്കിൾസ് കാണിക്കണത്. അപ്പോൾ എന്താണ് ഈ 10 ഓഫ് പെൻറ്റിക്കിൾസ് ഈ മാസം നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട്? അപ്പോൾ കരിയറിൽ നല്ല സമയമായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കുറേ ഞാൻ കാണുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് എനർജി കുറേ ഇടുന്നുണ്ട് കരിയറിൽ, കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ നല്ല റിവാർഡ്സും നിങ്ങൾക്ക് കിട്ടും. കുറേ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. നിങ്ങൾ ഫ്യൂച്ചറിലേക്കാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ എഫേർട്ട് ഇടണത്, അത് നിങ്ങളുടെ ഫ്യൂച്ചറിനാണ് ബാധിക്കുക. അപ്പോൾ ഫ്യൂച്ചറിലും നിങ്ങളുടെ എഫേർട്ടിൻ്റെയൊക്കെ റിവാർഡ്സ് നിങ്ങൾക്ക് കിട്ടും. ഇമോഷണലി പക്ഷേ കുറച്ചൊരു ഡിഫിക്കൾട്ട് സമയമാവാം. എന്താ വെച്ചാൽ കുറേ ഒരു ആങ്സൈറ്റിയുടെ എനർജി കാണാണ്ട്, കുറച്ചൊരു പറഞ്ഞ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത മാതിരി ഒരു എനർജി. അതല്ല വെച്ചാൽ ഇത് ചില സീക്രറ്റ്സിൻ്റെ എനർജിയും ആവാം. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത്? ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി. ഇവിടെ ലവിൻ്റെ എനർജിയാണ് ഇത്. കുറേ ഒരു ലവിങ് പേഴ്സൺ, കുറേ ഒരു ഇമോഷണലി ഒരു മെച്യൂറായ പേഴ്സൻ്റെ എനർജിയാണ് കിങ് ഓഫ് കപ്സ്. ഈ പേഴ്സൺ നിങ്ങളുടെ ഫ്രണ്ട് ആവാം, അതല്ല വെച്ചാൽ ഫാമിലി മെമ്പർ ആവാം, നിങ്ങളുടെ പാർട്ട്ണർ ആവാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേഴ്സൺ ആവാം. ഇവിടെ ഞാൻ എന്തോ ഒരു മാറ്റം കാണുന്നു. അപ്പം നിങ്ങളുടെ ഇമോഷണൽ ലൈഫിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തോ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ. ഇവിടെ എന്തോ ഒരു എൻഡിങ് കാണാണ്ട്, എൻഡിങ് ആൻഡ് ഒരു പുതിയ തുടക്കം. അപ്പോൾ എന്തോ ഒരു റിലേഷൻഷിപ്പിൽ എൻഡിങ് ആവാം, അതല്ല വെച്ചാൽ ഏതോ ഒരു സിറ്റുവേഷനിൽ ഒരു നിങ്ങളും ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക് വഴക്കുണ്ടായിട്ട് ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ കാണുന്നത് ലവേഴ്സ് എനർജിയാണ്. അപ്പോൾ ലവേഴ്സ് എനർജി ഒരു സോൾമേറ്റ് കണക്ഷനാണ്. അപ്പോൾ സോൾമേറ്റ് റിലേഷൻഷിപ്പ് ആവാം, അത് ഞാൻ പറഞ്ഞ മാതിരി റൊമാൻറ്റിക് ആവാം, ഫ്രണ്ട്ഷിപ്പ് ആവാം, ഫാമിലി ആവാം. എന്തായാലും ഇവിടെ ഞാൻ കാണുന്നത് ചിലവർക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. 2 ആൾക്കാരുടെ ഇടയ്ക്ക് ചൂസ് ചെയ്യാനുണ്ടായിരുന്നു. നിങ്ങൾ ഒരു പേഴ്സണെ ലെറ്റ് ഗോ ചെയ്തു, ഒരു പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ ഒരു എൻഡിങ് ഉണ്ടായി, അതുമാവാം. അപ്പോൾ ഈ മാസം നിങ്ങൾ കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയിലാണ്. എന്താ വെച്ചാൽ ഈ എൻഡിങ് ഉണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചൊരു സമയം വേണം, ഇതിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയിലാണ്. ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഇവിടെ കാണാണ്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കണു ഈ സിറ്റുവേഷനിൽ. പക്ഷെ നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ടാവാൻ പോകണ്ട ഈ മാസം. എന്താണ് ഈ 9 ഓഫ് കപ്സ്? ഈ 9 ഓഫ് കപ്സിന്റെ എനർജി എന്താണ് ഇവിടെ?
4 ഓഫ് കപ്സ്. അപ്പോൾ കുറേ ഓഫേഴ്സ്, വേറെ പുതിയ ഓഫേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. കുറേ ഇമോഷണൽ ഓഫേഴ്സ്, കുറേ ഫ്രണ്ട്ഷിപ്പ് ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ അതിൽ അല്ല ശ്രദ്ധിക്കണം. നിങ്ങളുടെ മനസ്സ് വേറെ എവിടെയാണ്, നിങ്ങൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. അപ്പോൾ ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് ഒരു ലോസിൻ്റെ എനർജി തന്നെയാണ്. നിങ്ങൾ ഫ്യൂച്ചറിലും കുറേ ഒരു ലോ സെൽഫ് കോൺഫിഡൻസ് എനർജിയിലാണ്. എനിക്ക് അത്ര ഒരു എന്താ പറയുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത മാതിരി ഒരു സിറ്റുവേഷനിലും ഈ എൻഡിങ്ങിൻ്റെ കാരണം നിങ്ങൾക്ക് അതിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യണത്. എന്താ വെച്ചാൽ ആ എൻഡിങ് ഉണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ കുറച്ച് സമയം എടുക്കണു. കിങ് ഓഫ് സോഡ്സ്, ഇമോഷണലി ടോട്ടലി നിങ്ങൾ ഡിസ്കണക്റ്റഡ് ആയിരിക്കണു. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇമോഷണലി ഒട്ടും ആരുടെ കൂടെയും കണക്ട് ചെയ്യണം എന്നില്ല എന്ന് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ എനർജിയിൽ. അപ്പോൾ കുറേ പ്രാക്ടിക്കലായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ നോക്കണത്. ഇമോഷൻസ് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്ത് ഇരിക്കണം നിങ്ങൾ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം സ്ട്രെങ്ത് ആണ്, ലിയോ എനർജി. അപ്പോൾ ഈ മാസം ചാലഞ്ചസ് ഉണ്ട്. ആ ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നിന്ന് ആ സ്ട്രെങ്ത് നിങ്ങൾക്ക് കുറവാണ് ഈ മാസം. കുറേ നെഗറ്റീവ് തിങ്കിങ് ഉണ്ട്, ഒരു ഫെയ്ത്ത് ഇല്ലാത്ത പോലെ ഒരു എനർജി നിങ്ങളുടെ ഇടയ്ക്ക്. ചിലവർക്ക് ഇതൊരു മാരേജ് ആയിരുന്നു. അപ്പോൾ മാരേജിൻ്റെ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുമ്പോൾ ഞാൻ ഇവിടെ ഡിവോഴ്സും സെപ്പറേഷൻ അങ്ങനെയൊക്കെയാണ് ചില എനർജീസ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ചെയ്യണത് അതൊക്കെയും നിങ്ങൾക്ക് കുറേ വിഷമം ഉണ്ടാവും. അതിൻ്റെ ആ പ്രോസസ്സ് ചെയ്യണതും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കണത് അതൊക്കെ ഒരു ഡിഫിക്കൾട്ട് സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ചില റിയാലിറ്റി ചെക്ക് ആവണ മാതിരി നിങ്ങൾക്ക്. ഇതിൻ്റെ മുമ്പ് നിങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു, പക്ഷെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ടോട്ടലി മാറി. അപ്പോൾ യൂണിവേഴ്സിന് അഡ്വൈസ് തരേണ്ടത് ഇവിടെ നിങ്ങളോട് വെയിറ്റ് ചെയ്യാനാണ് പറയണത്. എന്തോ ഒരു സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് നിങ്ങളോട് യൂണിവേഴ്സ് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനാണ് പറയണത്. എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കുറേ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾക്ക് തീരുമാനം എടുക്കാനും ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണ്. യൂണിവേഴ്സ് നിങ്ങളോട് അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. കുറച്ചൊരു കൺഫ്യൂഷൻ മാറിയിട്ട് മതി. ഒരു സ്റ്റെബിലിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കാം, എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറായിട്ട് വന്നിരിക്കണേ. അപ്പം ഞാൻ കാണുന്നത് ഇവിടെ എന്തോ ഒരു ഹെൽപ്പ് കിട്ടാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി ഒരു ഫ്രണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, ഇല്ലച്ചാൽ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണു. ഈ പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, നിങ്ങളൊരു വാട്ടർ സൈൻ്റെ കൂടെ ആയിരുന്നു മുമ്പേ ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നത് വെച്ചാൽ ഈ പേഴ്സൺ ചിലപ്പോൾ തിരിച്ചു വരാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ പേഴ്സൺ തിരിച്ചു വരണത് ഒരു സ്റ്റേബിലിറ്റി അല്ല അവർ കൊണ്ടുവരണേ നിങ്ങളുടെ ലൈഫിൽ. അവർ വരും പോവും അങ്ങനത്തെ ഒരു എനർജിയിലാണ്. അപ്പോൾ അത് വിശ്വസിച്ചൂടാ. പറഞ്ഞാൽ അവരുടെ തിരിച്ചു വരണത് ഒരു സ്റ്റേബിൾ എനർജി അല്ല. അപ്പോൾ ഡെവിൽ എനർജി ഉണ്ട് ഇവിടെ. ഡെവിൽ എനർജി ഔട്ട്കം ആയിട്ട് വന്നിരിക്കുന്നു. കുറേ ഒരു ടോക്സിക് എനർജിയിലാണ് നിങ്ങൾ ഈ മാസം. കുറേ ഒബ്സഷൻ മാതിരി ഒരു എനർജി കാണാണ്ട്. നിങ്ങൾക്ക് പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല ഒട്ടും. കുറേ ലോസ് ആയിട്ട് ഫീൽ ചെയ്യണു. ഈ പേഴ്സണെ കുറേ മിസ് ചെയ്യണു. ഈ പേഴ്സൺ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനത്തെയൊക്കെ ഫീലിങ്സ് നിങ്ങൾക്ക് വരണു. നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് ഫീലിങ്സ്, ഇതൊക്കെ നിങ്ങളുടെ ഇമോഷൻസ് ആണ്, നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. അതാണ് നിങ്ങളെ ഇങ്ങനെ സ്റ്റാഗ്നൻ്റ് ആയി വെക്കുകയാണ്. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം എന്നുണ്ടായാലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്ലെസ് ആയി ഫീലിംഗ് ആണ് ഞാൻ കാണുന്നത് ഈ മാസം. ഇത് പക്ഷേ ഒരു മാസത്തിൻ്റെ റീഡിങ്ങേ ഉള്ളൂ. അപ്പോൾ ഈ മാസം ഇങ്ങനെ ആയിരിക്കാം, പക്ഷേ അടുത്ത മാസം ചിലപ്പോൾ കാര്യങ്ങൾ ചേഞ്ച് ആവും ജെമിനി. അപ്പോൾ ഇത് ഒരു പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ വെച്ചാൽ നിങ്ങൾക്കൊരു വേണിച്ചാൽ പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കാം. അതിൽ കുറച്ചുകൂടിയും ഫ്യൂച്ചറിനെ കുറിച്ച് കുറച്ചുകൂടിയും ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ക്യാൻസർ, പൈസീസ്, സ്കോർപ്പിയോ ഉണ്ട്, അക്വേറിയസ്, ലീബ്ര, ജെമിനി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൈൻസ്. എന്താണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ് പറയണേ? ഓറക്കിൾ മെസ്സേജ് പറയണത് ചൂസ് എ ന്യൂ ഡിറക്ഷൻ. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു പുതിയ ഡിറക്ഷനിലേക്ക് പോകാനാണ് പറയണേ.
അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് വേണം തന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എല്ലാം ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് എൻ്റെ സ്ക്രീനിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.